ഇതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണ്ട, ഇതുപോലെയുള്ള നിലപാടുകളെല്ലാം കേന്ദ്രത്തേക്ക് ഫണ്ട് വേണ്ട. അത് CPIൻ്റെ. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, CPI ഭരിക്കുന്ന വകുപ്പുകൾ ഇപ്പോൾ കൃഷി വകുപ്പിൽ ഇങ്ങനെ പണം സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്താ, അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസം വേറെയാണല്ലോ. അല്ല, വിദ്യാഭ്യാസം വേറെയാണെന്നേ ഞാൻ പറയുന്നത്. ആ വകുപ്പിന് അവരുടെ വകുപ്പുകൾ നടത്തിക്കൊണ്ട് പോകാൻ കേന്ദ്രത്തിൽ നിന്ന് പണം കൈകാര്യം ചെയ്യാം. ഈ വകുപ്പിന് ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ശിവൻകുട്ടി മിനിസ്റ്റർ ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ടല്ലോ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ ഈ പണം മാത്രം മേടിക്കില്ല മാത്രമേ ലക്ഷ്യമുള്ളൂ. കാരണം ഇത് കിട്ടണ്ടേ. SSI എന്ന് പറയുന്ന സംവിധാനം ഏത് നമുക്ക് ഞാൻ പറയാം എന്തുകൊണ്ടറിയോ, 80% അധ്യാപകർക്കും പണം കൊടുക്കാൻ കഴിയുന്നില്ല, സാലറി കൊടുക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ കേന്ദ്രം പണം തരണം. കേന്ദ്രം എന്നിട്ട് പറയും, ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പം എന്താ അറിയോ, അയ്യോ ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ പണം വെച്ച് നടത്താനാണെങ്കിൽ പിന്നെ കേന്ദ്രം ഭരിച്ചാൽ പോരാ, കേരളം ഭരിക്കണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതൊരു ന്യായീകരണം മാത്രമാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. CPI സംബന്ധിച്ചിടത്തോളം CPI ഇപ്പോൾ സ്വന്തം കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ CPIക്ക് നല്ലത്. ഇതിന് ഇങ്ങനെ ഇത്ര ഭാഗം കണ്ട, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൽ തമ്മിൽ അടി ഉണ്ടാക്കുമല്ലോ, ആരെങ്കിലും പുറത്തുനിന്ന് ചോദ്യം ചെയ്യാൻ നിന്നാൽ ഇതാണ് അത് കണ്ടത്. ഇപ്പം പിണറായി വിജയനും ഇതേ വിഷയം എല്ലാ പരിപാടിക്കും പങ്കെടുക്കും, എല്ലാ കാര്യങ്ങളും നടക്കും, മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉള്ളിലുണ്ട്. അത് തീരുന്നൊരു ദിവസം വരും, അധികം താമസിക്കാതെ വരും എന്നുള്ളതാണ്. അല്ല, ഞാൻ വിചാരിക്കുന്നില്ല മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പോലും, മറ്റന്നാൾ നടക്കാൻ പോകുന്ന ബുധനാഴ്ച നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പോലും ഈ മന്ത്രിമാരെ പിൻവലിക്കുന്നു ഞാൻ.